പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് ഇംപീച്ച് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കവെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെതിരെ 100 കോടി രൂപയുടെ അഴിമതി ആരോപണവും ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. മാലദ്വീപിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു ചൈനീസ് കമ്പനിയിൽ നിന്നും അവരുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് 100 കോടി രൂപ വാങ്ങിയെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ വിരുദ്ധ നിലപാടിൽ ഉൾപ്പെടെ അമർഷത്തിലായിരിക്കുന്ന മാലദ്വീപ് പ്രതിപക്ഷാംഗങ്ങൾ ഇതോടെ മൊയ്സുവിനെതിരെയുള്ള നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. മൊയ്സു രാജിവെക്കാതെ പ്രതിഷേധങ്ങൾക്ക് അറുതിയുണ്ടാവില്ലെന്നാണ് പ്രതിപക്ഷാംഗങ്ങളുടെ നിലപാട്. അതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് സംസാരിച്ച വിഷയത്തിൽ മൊയ്സു നേരിട്ട് മാപ്പ് പറയണമെന്ന നിലപാടും ഇവർ സ്വീകരിച്ചു കഴിഞ്ഞു. മൊയ്സു രാജിവെച്ചാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് മാപ്പ് പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് അവരുള്ളത്. ചൈനീസ് സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യയിലെത്തി ചർച്ചകൾക്ക് മൊയ്സു താൽപ്പര്യം പ്രകടിപ്പിച്ചതായിരുന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും ചൈനയുടെ ഇടപെടലിൽ മൊയ്സുവിൻ്റെ ഇന്ത്യയിലേക്കുള്ള യാത്ര തടയുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ത്യയാകട്ടെ മൊയ്സുവിൻ്റെ ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് അനുമതി നൽകിയതുമില്ല. അഴിമതിക്കാരനായ പ്രസിഡന്റിനെ ഒരു നിമിഷം പോലും വച്ചുപൊറുപ്പിക്കാനാകില്ലെന്ന കടുത്ത നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചു കഴിഞ്ഞു. അതിനിടെ മാലദ്വീപ് പ്രോസിക്യൂട്ടർ ജനറൽ ഹുസൈൻ ഷമീമിന് കുത്തേറ്റതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. മുൻ സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടർ ജനറലിന് കുത്തേറ്റതായി പ്രാദേശിക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. നിലവിലെ പ്രതിപക്ഷമായ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഹുസൈൻ ഷമീമിനെ പ്രോസിക്യൂട്ടർ ജനറലായി നിയമിച്ചത്. പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികൾ MDP അടുത്തിടെ ആരംഭിച്ചിരുന്നു. ഇതിന് ചുക്കാൻ പിടിച്ചത് അദ്ദേഹമാണെന്നായിരുന്നു പറയുന്നത്. ബുധനാഴ്ച പുലർച്ചെ നഗരത്തിലെ വഴിയിൽ വെച്ചാണ് ഹുസൈൻ ഷമീമിനെതിരെ ആക്രമണമുണ്ടായത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും പ്രോസിക്യൂട്ടർ ഓഫീസ് ഉദ്യോഗസ്ഥൻ പ്രസ്താവനയിൽ പറയുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. ചൈനീസ് ചാരക്കപ്പൽ മാലദ്വീപ് തലസ്ഥാനമായ മാലയിൽ നങ്കൂരമിട്ടതിന് വൻ വിവാദമായതിനു ശേഷമായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം തുടക്കം കുറിച്ചത്. പ്രസിഡന്റിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കാനുള്ള തീരുമാനം പാർലമെന്റിൽ വൻ ബഹളത്തിലാണ് കലാശിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച ഭരണ പ്രതിപക്ഷ MPമാർ പാർലമെന്റിനുള്ളിൽ തമ്മലടിച്ചിരുന്നു. മന്ത്രിമാരുടെ നിയമനത്തിന് അംഗീകാരം ലഭിക്കാനായി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനത്തിലാണ് അലങ്കോലമായത്. വോട്ടെടുപ്പിന് തൊട്ടുമുൻപായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത്. ഭരണപക്ഷത്തുള്ള പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ്, മാലദ്വീപ് പ്രോഗ്രസീവ് പാർട്ടി എന്നീ പാർട്ടി അംഗങ്ങളും മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹിൻ്റെ പാർട്ടിയായ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളും തമ്മിലാണ് അടി നടന്നത്. സോലിഹിൻ്റെ പാർട്ടിക്കാണ് പാർലമെന്റിൽ ഭൂരിപക്ഷം. 22 മന്ത്രിമാരിൽ 4 പേരുടെ നിയമനം പിൻവലിക്കണമെന്ന് MDP ആവശ്യപ്പെട്ടതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. അതിനിടെ മാലദ്വീപ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുഹമ്മദ് മൊയ്സുവിൻ്റെ വിജയം ക്ഷീണമുണ്ടാക്കുന്നത് ഇന്ത്യക്കായിരിക്കുമെന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ചൈനയെ പിന്തുണയ്ക്കുന്ന മുഹമ്മദ് മൊയ്സു ഇന്ത്യയുടെ രൂക്ഷ വിമർശകനായതാണ് ഇതിന് പ്രധാന കാരണം. സോഹലിൻ്റെ വിജയമായിരുന്നു ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത്. ദക്ഷിണേഷ്യൻ ദ്വീപ് സമൂഹത്തിൽ മൊയ്സുവിലൂടെ ചൈന ആധിപത്യം സ്ഥാപിക്കുകയാണെങ്കിൽ അതിന് തിരിച്ചടി ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യക്ക് തന്നെ ആയിരിക്കും എന്ന വിലയിരുത്തലും പുറത്തു വന്നിരുന്നു. മാലദ്വീപിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ദശാബ്ദങ്ങളായി വടംവലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു വലിയ ഭൗമരാഷ്ട്രീയ പോരാട്ടമായിരുന്നു ഈ തിരഞ്ഞെടുപ്പിനെ നിരീക്ഷകർ വിലയിരുത്തിയത്. കാലങ്ങളായി മാലദ്വീപിൽ സ്വാധീനം ചെലുത്താൻ ഇന്ത്യയും ചൈനയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 5 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഒരു ചെറിയ രാജ്യമായിരുന്നിട്ടും മാലദ്വീപ് ഇന്ത്യക്കും ചൈനയ്ക്കും പടിഞ്ഞാറിനും വളരെ സുപ്രധാനമായ രാജ്യങ്ങളിലൊന്നാണ്. ഗൾഫിൽ നിന്ന് എണ്ണ ലഭിക്കാൻ ചൈന ഉപയോഗിക്കുന്ന പാത ഉൾപ്പെടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന പ്രധാനപ്പെട്ട ഷിപ്പിംഗ് റൂട്ടുകളുടെ ഒരു പ്രധാന പോയിന്റായാണ് മാലദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ രാജ്യങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള മാർഗമായും മാലദ്വീപിനെ കണക്കാക്കുന്നുണ്ട്. ചൈന ഈ മേഖലയിൽ അവരുടെ സ്വാധീനം വിപുലീകരിക്കാൻ ശ്രമിക്കുന്നുള്ളതുകൊണ്ട് തന്നെ മുഹമ്മദ് മൊയ്സുവിൻ്റെ സ്ഥാനാരോഹണം അയൽക്കാർക്ക് ആഹ്ലാദം പകരുന്നതല്ലെങ്കിലും ഇന്ത്യക്ക് ആദിയുണ്ടാക്കുന്നതായിരുന്നു. റൺ ഓഫിൽ 54% വോട്ടുകൾ നേടിയാണ് മൊയ്സു തൻ്റെ എതിരാളിയായ സോഹലിനെ പരാജയപ്പെടുത്തിയത്. ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ ഇരു സ്ഥാനാർത്ഥികൾക്കും പകുതിയിലധികം വോട്ടുകൾ ലഭിക്കാതെ വന്നതോടെയാണ് റൺ ഓഫ് എന്ന പേരിൽ മറ്റൊരു റൗണ്ട് കൂടി നടത്തിയത്. 85% പോളിംഗ് ആണ് ഇവിടെ രേഖപ്പെടുത്തുകയുണ്ടായത്. അധികാരത്തിലെത്തിയതു മുതൽ കഴിഞ്ഞ 5 വർഷക്കാലവും മാലദ്വീപിൻ്റെ നയതന്ത്ര ബന്ധം ന്യൂഡൽഹിയുമായി ചേർത്ത് നിർത്താനായിരുന്നു മുഹമ്മദ് സോഹലി ശ്രമിച്ചിരുന്നത്. ചൈനയെ അകറ്റി നിർത്താനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അതേസമയം മൊയ്സുവിൻ്റെ മുൻ ഭരണകാലത്ത് അദ്ദേഹം വിമർശനം മുഴുവൻ കേട്ടിരുന്നത് ചൈനീസ് പ്രേമത്തിൻ്റെ പേരിലായിരുന്നു. നിരവധി അഴിമതി ആരോപണങ്ങളും അതിൻ്റെ പേരിൽ ഉയർന്നു വന്നതാണ്. ചൈനയുടെ സാമ്പത്തിക പിന്തുണയോടെ ദ്വീപ് രാജ്യത്തെ പുരോഗതിയിലെത്തിക്കാനായിരുന്നു മൊയ്സുവിന് താൽപ്പര്യം. ചൈനീസ് വായ്പകളുടെ കുത്തൊഴുക്കായിരുന്നു അന്ന് കണ്ടത്. അതിൻ്റെ പേരിൽ ഒരുപാട് പണം അദ്ദേഹം മാലദ്വീപിന് വേണ്ടി വാങ്ങുകയും ചെയ്തതാണ്. എന്നാൽ അതിൽ കൂടുതലും സ്വന്തം കാര്യത്തിനായി കൈക്കലാക്കിയെന്നതാണ് അഴിമതി കഥകളിൽ പറയുന്നത്. മുൻ പ്രസിഡന്റ് അബ്ദുള്ള യമീനാണ് മൊയ്സുവിൻ്റെ രാഷ്ട്രീയ ഉപദേശകൻ. പേരുകേട്ട ചൈനീസ് ആരാധകനാണ് യമീനും. തൻ്റെ ഭരണകാലത്ത് വൻതോതിലാണ് ചൈനീസ് കടം വാങ്ങിച്ചു കൂട്ടിയത് അദ്ദേഹം. കൂടാതെ കടുത്ത ഇന്ത്യ വിമർശകനുമായിരുന്നു അദ്ദേഹം. രണ്ട് കാര്യത്തിലും യമീനെ പിന്തുണയ്ക്കുകയാണ് മൊയ്സുവും.
യമീൻ കടം വാങ്ങി മാലദ്വീപിനെ ചൈനയ്ക്ക് പണയം വെച്ചിരിക്കുകയാണെന്ന പ്രതിഷേധമാണ് 2018 ഇന്ത്യയോട് അടുത്തു നിൽക്കുന്ന മുഹമ്മദ് സോഹലിനെ അധികാരത്തിലെത്തിച്ചത്. യമീൻ പിന്നീട് ജയിലിലേക്കും പോയതും ചരിത്രമായിരുന്നു. അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ചൈനയുമായുള്ള ബന്ധം വീണ്ടും ശക്തിപ്പെടുത്തുമെന്ന് മൊയ്സു വ്യക്തമാക്കിയിരുന്നതാണ്. കഴിഞ്ഞ വർഷം ചൈനീസ് പാർട്ടി നേതാക്കളുമായി നടത്തിയൊരു കൂടിക്കാഴ്ചയിൽ അദ്ദേഹം നൽകിയ ഉറപ്പ് തന്റെ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിന് പുതിയ തിരക്കഥ എഴുതുമെന്നായിരുന്നു. മറ്റൊരു വാഗ്ദാനം അഴിമതി കേസിൽ അകത്തു കിടക്കുന്ന അബ്ദുള്ള യമീന്റെ ജയിൽ മോചനമായിരുന്നു. ജയിലിൽ നിന്നും വീട്ടുതടങ്കലിലേക്ക് മാറ്റാനുള്ള നീക്കം ആരംഭിച്ചതായും അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചതാണ്. അതിനിടെ ഇന്ത്യ വിരുദ്ധനായ മാലദ്വീപ് പ്രസിഡന്റിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അപ്രതീക്ഷിത തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം മാലദ്വീപ് ജനത നൽകിയിരിക്കുന്നത്. മാലദ്വീപിന്റെ തലസ്ഥാനമായ മാലയിൽ മേയർ തെരഞ്ഞെടുപ്പിൽ മൊയ്സുവിന്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് ദയനീയമായാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. മുൻ പ്രസിഡന്റ് മുഹമ്മദ് സോഹലിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ അനുകൂല പാർട്ടിയായ മാലദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ ആദം അസീമാണ് പുതിയ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മാർച്ച് 15-നകം മാലദ്വീപിലെ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന മൊയ്സു ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിന് തൊട്ടു പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പ് ഫലം ഭരണപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി മൊയ്സു ഒഴിഞ്ഞതോടെയാണ് മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. 45% വോട്ട് നേടിയാണ് ഇന്ത്യൻ അനുകൂലിയായ ആദം തകർപ്പൻ വിജയം നേടിയിരിക്കുന്നത്. മൊയ്സുവിന്റെ PNC സ്ഥാനാർത്ഥിയായ അസീമ ഷക്കൂറിന് കേവലം 29% വോട്ട് നേടാനേ സാധിച്ചുള്ളൂ എന്നതും രാഷ്ട്രീയ നിരീക്ഷകരെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നതിനിടെ നടന്ന മേയർ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യയും ആകാംക്ഷയോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. ഇന്ത്യക്ക് ചുറ്റും സൈനിക കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ചൈന ശ്രീലങ്കയ്ക്ക് ശേഷം നോട്ടമിട്ട രാജ്യമാണ് മാലദ്വീപ്. എന്നാൽ ഇന്ത്യൻ അനുകൂല ഭരണകൂടങ്ങൾ ഉള്ളതിനാൽ മുൻപ് അത്തരമൊരു ശ്രമം ഫലം കണ്ടിരുന്നില്ല. പുതിയ പ്രസിഡന്റായി ചൈന അനുകൂലിയായ മുഹമ്മദ് മൊയ്സു അധികാരമേറ്റ ശേഷമാണ് വീണ്ടും മാലദ്വീപിനെ ലക്ഷ്യമിട്ട് ചൈന നീക്കം തുടങ്ങിയത്. പതിവിൽ നിന്നും വിപരീതമായി ചരിത്രത്തിൽ ആദ്യമായി അധികാരമേറ്റെടുത്ത ശേഷം ആദ്യ യാത്ര ചൈനയിലേക്ക് ആക്കിയ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്നെയായിരുന്നു. നിരവധി കരാറുകളാണ് ഈ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടിരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മാലദ്വീപ് മന്ത്രിസഭയിലെ അംഗങ്ങൾ അപമാനിച്ചതിനു ശേഷമാണ് ചൈന സന്ദർശനത്തിനായി മൊയ്സു പുറപ്പെട്ടതെന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ത്യ നിലപാട് ഘടിപ്പിച്ചതോടെ വിവാദ പരാമർശം നടത്തിയ മന്ത്രിമാരെ പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തെങ്കിലും മറ്റ് തുടർ നടപടികളൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലാകട്ടെ മാലദ്വീപ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ഇപ്പോഴും വളരെ ശക്തമാണ്. ഇന്ത്യൻ ജനത കൂട്ടത്തോടെയാണ് മാലദ്വീപ് സന്ദർശനം റദ്ദാക്കിയിരിക്കുന്നത്. സെലിബ്രിറ്റികൾ ഉൾപ്പെടെയാണ് ബഹിഷ്കരണത്തിൽ പങ്കാളികളായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ തെന്നിന്ത്യൻ സൂപ്പർ താരം നാഗാർജുനയാണ് മാലദ്വീപ് സന്ദർശനം റദ്ദാക്കിയത്. ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാവുകയും ചൈന ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് മാലദ്വീപ് സർക്കാർ ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിന് പിന്നിലെ അജണ്ട എന്താണെന്ന് ഇതിനകം തന്നെ ഇന്ത്യക്കും വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കരുതലോടെ നീങ്ങാനാണ് ഇന്ത്യയും തീരുമാനിച്ചിരിക്കുന്നത്. മാലദ്വീപിലെ ഇന്ത്യ വിരുദ്ധനായ ഭരണകൂടത്തിന്റെ താൽപ്പര്യമല്ല അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കുള്ളത് എന്നുള്ളതും വ്യക്തമാണ്. ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യ വിരുദ്ധ നിലപാടിന്റെ പേരിൽ മാത്രം നിലവിലെ ഭരണകൂടത്തിന് പുറത്തു പോകേണ്ടി വരുമെന്നുള്ളതും ശ്രദ്ധേയമാണ്. മേയർ തിരഞ്ഞെടുപ്പ് നൽകുന്ന സൂചനയും അതുതന്നെയായിരുന്നു. മാലദ്വീപിനെ ഒരു രാജ്യമായി ലോകത്ത് തന്നെ ആദ്യം അംഗീകരിച്ചത് ഇന്ത്യയാണ്. മുൻപ് കലാപകാരികൾ അട്ടിമറിക്ക് ശ്രമിച്ചപ്പോൾ അത് പരാജയപ്പെടുത്തുകയും ജനകീയ സർക്കാരിനെ തിരികെ കൊണ്ടുവന്നതും ഇന്ത്യൻ സൈന്യം ഇടപെട്ടാണ്. 1988 നവംബർ 3-ന് ആരംഭിച്ച സൈനിക ഓപ്പറേഷനിലൂടെ അനവധി കലാപകാരികളെയാണ് അന്ന് ഇന്ത്യൻ സൈന്യം വെടിവെച്ചു കൊന്നത്. ശേഷിച്ചവർ ചെറുത്തു നിൽക്കാൻ കഴിയാതെ പലായനം ചെയ്യേണ്ടി വന്നതായും ചരിത്രമുണ്ട്. ഈ സംഭവം അയൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത എടുത്തുകാട്ടുന്നതായിരുന്നു. ഈ ചരിത്രം മറന്നാണ് ഇപ്പോഴത്തെ മാലദ്വീപ് ഭരണകൂടം ഇന്ത്യൻ സൈന്യത്തോട് പുറത്തുപോകാൻ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യമാകട്ടെ മാലദ്വീപിലെ വലിയ വിഭാഗം ജനങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ കടന്നുകയറ്റം അവർ ഉദ്ദേശിച്ച പോലെ നടപ്പാക്കുന്നതും എളുപ്പമല്ല. സൈനിക സഹായം മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും മാലദ്വീപ് ഇന്നും ആശ്രയിക്കുന്നത് ഇന്ത്യയാണ്. ആരോഗ്യം, വ്യവസായം, ടൂറിസം, ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ സഹായമില്ലാതെ ആ രാജ്യത്തിന് മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീലങ്ക മോഡലിൽ മാലദ്വീപിലും പിടിമുറുക്കാൻ ചൈനയ്ക്ക് അവസരമൊരുക്കിയാൽ അതോടെ മാലദ്വീപിലെ മൊയ്സു ഭരണകൂടം തന്നെയാണ് അട്ടിമറിക്കപ്പെടുക എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മുമ്പ് ജനകീയ സർക്കാരിനെ നിലനിർത്താനാണ് ഇന്ത്യ സൈനിക ഇടപെടൽ നടത്തിയതെങ്കിൽ പുതിയ സാഹചര്യത്തിൽ ജനവിരുദ്ധവും ഇന്ത്യാവിരുദ്ധവുമായ സർക്കാരിനെ വീഴ്ത്താനാണ് ഇന്ത്യ നിർബന്ധിക്കപ്പെടുക. ഇതിനായി മാലദ്വീപിലെ പ്രതിപക്ഷത്തെ ഇന്ത്യ സഹായിക്കുമോ എന്നതുള്ളതാണ് നയതന്ത്ര വിദഗ്ധരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.